അവിടെ എന്നാ എടുക്കായിരുന്നു? എന്താ നേരമായി വിളിക്കാൻ തുടങ്ങി? ഞാൻ കേട്ടില്ലല്ലോ. എന്നാത്തിന്? കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. നാരങ്ങ അവിടെ തന്നെ ആയിക്കോട്ടെ. എനിക്കൂടെ ഒന്ന് എടുത്തു. തൊണ്ണ വല്ലാണ്ട് വെള്ളം. ഇച്ചിരി കഴിയട്ടെ, അല്ലേലും നാരങ്ങ ഇല്ല. കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ 1 കിലോ നാരങ്ങ മേടിച്ചോണ്ട് വന്നത്? ആ നോക്കട്ടെ. നോക്കട്ടെന്നോ? അതിനെ വർത്തമാനം മതി. എനിക്ക് ദാഹിച്ച് തൊണ്ട ഉണങ്ങിയിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് നോക്കട്ടെ എന്ന്. എനിക്ക് ദാഹിക്കുന്നില്ല. ഞാനേ വീട്ടിൽ നിന്ന് കുടിച്ചേച്ചാ. നിങ്ങൾക്ക് ചുമ്മാ ഇവിടെ ഇരുന്ന് ഓർഡർ ഇട്ടാൽ മതി. ഞാൻ പണിയെടുത്ത് മടുത്തു. ഇതെല്ലാ പെണ്ണുങ്ങളും പറയുന്നൊരു കാര്യമാണ്. പണിയെടുത്ത് മടുത്തേന്ന്. അടുക്കളയ്ക്കകത്തോടെ തെക്കോട്ടും പടക്കോട്ടും നടന്നേച്ച് പയ്യെ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യ, ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്ന് തെക്കോട്ടും പടക്കോട്ടും. चुप मत रहो, अरे बदमाश चुप रहो। मैं जो बोलते ऐसा करने का। तुमको पता है तुम किससे बात करते? तुम मेरे से मत कहो, मैं तुमको पहले ही बोला जो बोलते ऐसा ही करने का, जासी बात मत करने का। मैं जो बोलते ऐसा ही करने का, जासी नाटक नहीं करने का। कल जरूर मिलने का। मैं जो बोला बराबर समझ में आया ना? कल मिलने का, जरूर मिलने का। നാരങ്ങ വെള്ളം കുടിക്കേട്ടാ. ഓ നല്ല ദാഹം ഉണ്ടായിരുന്നു. आपको बहुत बहुत धन्यवाद. നീ എവിടെ നടാണ് തോന്നിക്കുഞ്ഞ ഈ ഹിന്ദി പഠിച്ചത്? 10 കൊല്ലം ഗോവയിലും ബോംബെയിലും പണി ചെയ്ത് തന്നെ സുമ്മാവാ. പണിക്ക് വന്ന ബംഗാളി എന്നെ പഠിപ്പിക്കാൻ വരും, അവനെ ഞാൻ വിടുവോ? ഞാൻ കുറച്ചു നേരത്തേനെ കൈതത്തോട്ടത്തിലാണ് അവിടുത്തെ ഈ ഹിന്ദി എല്ലാം കൂടെ കേട്ടപ്പോഴത്തേന്. ഹിന്ദി കേൾക്കണേ ഉണ്ടല്ലോ, അങ്ങപ്പുറത്തെ പൈനാപ്പിളത്തോട്ടം മുഴുവൻ ബംഗാളികളല്ലേ. ബംഗാളി ഹിന്ദി പറയുന്ന പോലെയാണോ മലയാളി ഹിന്ദി പറയുന്നേ? അത് വേറൊരു ലെവലാ. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ കേട്ടതാ, പിന്നെ ഇതുപോലെ കേൾക്കുന്ന ആദ്യ. ആശാന്റെ കളരിയിൽ ഹിന്ദി പഠിപ്പിക്കലായിരുന്നല്ലോ. ഞാനേ 10ാം ക്ലാസ് പാസ്സായതാ, അതും ഫസ്റ്റ് ക്ലാസ്സില്. നിങ്ങളെ പണ്ട് സ്കൂളിൽ വിട്ടപ്പോഴേ അനിയലും പ്ലാവിലും കയറി നടന്ന കഥയെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജോസേ, അതെന്ന് വിട്. പല കഥകളും പുറത്തോട്ട് വരും. ഒഴിഞ്ഞു നിൽക്കുന്നതാ നിനക്ക് നല്ലത്. നിങ്ങൾ ഇങ്ങനെ പെരക്കകത്ത് കീരിയും പാമ്പും പോലെ ഇരിക്കാതെ പുറത്തേക്ക് ഇറങ്ങ. ലോകം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവല്ലേ, വിവിധ ഭാഷകള്, വിവിധ ആൾക്കാര്, അത് ആസ്വദിക്കണം. ഞാൻ ഇങ്ങേരോട് പറയുന്ന എങ്ങോട്ടെങ്കിലും യാത്ര പോകാമെന്ന്. ഭാര്യയും കൂട്ടി സുഖവാസകർക്ക് വല്ലപ്പോഴും ഒന്ന് പോട്ടെ. ഇവിടെ ടൂർ പോകാന്ന് പറഞ്ഞത് എവിടെയാണെന്നറിയാവോ? മലയാറ്റൂർ മല, വാഗമൺ കുരിശുമല. മുട്ടിന് വേദനയുള്ള ഇവന് ഈ മലയെല്ലാം കയറണം അല്ലേ? അത് ഇച്ചിരി കടുപ്പായി. മുട്ടുവേദന മാറാൻ വേണ്ടിയേ ഞാൻ നേർന്നതായിരുന്നു. ഓ അത് വല്ലാത്തൊരു നേർച്ചയായി പോയി. ഏട്ടാ, എനിക്ക് ഇച്ചിരി ഹിന്ദി പഠിക്കണം. ആ ബംഗാളി പെണ്ണ് എന്നെ പറഞ്ഞാലും മനസ്സിലാക്കിയല്ല. അതിന് നീ ഹിന്ദി പഠിക്കാനൊന്നും പോകണ്ട. ആ പെണ്ണ് മലയാളം പഠിച്ചോളൂ, അതാ എളുപ്പം. ബംഗാളി എപ്പോ എല്ലാം നമ്മളൊക്കെ നല്ലോണം മലയാളം പഠിക്കും. ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് ആ മലയാളം അറിയാൻ പാടില്ലാത്തത്. അതിന് നമ്മുടെ പിള്ളേരെന്തിനാ ബുദ്ധിമുട്ടി മലയാളം പഠിക്കുന്നേ? അവരെല്ലാം അക്കരെ കിടക്കുകയല്ലേ. ഇവിടെ പിള്ളേരും ഇല്ല, മലയാളവും ഇല്ല, ആർക്കും ഒരു പരാതിയില്ല. അന്നേരം ഇവിടെ കേരള ഗാനത്തിനെ പറ്റി പരാതി നടക്കുന്നു. അത് തർക്കം എന്നാന്നറിയോ? ശ്രീകുമാരൻ തമ്പിയും സച്ചിദാനന്ദനും തമ്മിലുള്ളതാ. അതെ, ഈ പാട്ട് എഴുതാൻ പറഞ്ഞവർക്ക് ഉള്ളിലൊരു ലക്ഷ്യം കാണും. ഇന്ന വരികൾ വേണം. തമ്പി സാർ എഴുതിനകത്ത് അത് കാണില്ല, അത്രേ ഉള്ളൂ കാര്യം. വഴക്കില്ലാതെ ഒരു കാര്യം നടത്താൻ നമുക്ക് പറ്റുമോ? അയ്യോ കെട്ടിപ്പോയേ, ജോസേ, അവള് പോയി, അവള് കണ്ടിച്ചാടി. നിന്നോട് പാലപ്പം ഞാൻ പറഞ്ഞു അവളുമായിട്ട് വഴക്കുണ്ടാക്കല്ലേ എന്ന്. നീ എന്നെ ചെയ്യും? എന്റെ കയ്യും കാലും വറക്കുന്നു, എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. അയ്യോ, എന്നാലും അവള് എന്നോട് ചതി ചെയ്തല്ലോ. ജോസേ വിഷമിക്കാതെ ഫയർഫോഴ്സിനെ വിളിക്കുക. ഇങ്ങനെ നിന്നാ മതിയോ? കയറെടുക്ക്, ഏണിയെടുക്ക്, ഞെട്ടിക്കാ, നമുക്ക് പോവാ. 2 പ്രാവശ്യം നിലവിളി കേട്ടു, 3 പ്രാവശ്യം മുങ്ങി പൊങ്ങുള്ളൂ, ഇനി ഒന്നോടെ പൊങ്ങുള്ളൂ. അന്നേരം പൊക്കണം. ഒന്നും കാണാനില്ല, വെള്ളത്തിന് ഇളക്കം കേട്ടോ. ഏണിയെടുക്ക. പ്രേതോ? എന്നെ കൊണ്ടൊന്നും അപ്പൊ നീ പറയിപ്പിക്കരുത്. കണ്ടി ചാടിയില്ലേ? നിങ്ങളെ പൂതി കൊള്ളാം. ഞാനിപ്പോ ചാടാ, നോക്കിയിരുന്നോ. അയ്യോ, അപ്പൊ പിന്നെ കിണറ്റി പോയെന്നും പറഞ്ഞ് നിലവിളിച്ചത്? പൂച്ച കണ്ടു ചാടി എന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പം വന്ന വരവ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി കല്ലോട്ട് എടുത്ത് ചാടിയാനെ. ചാടിയായിരുന്നെങ്കിലേ പൂച്ചേനെയും കൂടെ കയറ്റിക്കൊണ്ട് പോരായിരുന്നു. ഇനിയിപ്പോ ഈ പൂച്ച എങ്ങനെ കരക്കി കയറ്റും? അതിപ്പോ ഒരു കയറിട്ട് കൊടുത്താൽ മതി, പൂച്ച അതേ പിടിക്കും. അത് മതിയോ? സോ സിമ്പിൾ. ഇപ്പൊ ശരിയാക്കാം. അതെന്നാ അവിടെ ഞങ്ങൾ കാണിച്ചത്? കയറിന് തുമ്പ് ഇവിടെ ഞാൻ കെട്ടിച്ചു കൊണ്ടായിരുന്നു ഇട്ട് കൊടുക്കാന്. ഇനിയിപ്പോ കയർ എങ്ങനെയാ എടുക്കുന്നേ? തങ്കച്ചൻ കിണറ്റിലേക്ക് കയറിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പം ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. മണ്ടത്തരമായോ? മണ്ടത്തരമല്ലാതെ നീ വല്ലതും ചെയ്യുവോ? ഇനി എന്നെ ചെയ്യുന്നു? അവിടെ നിന്നെ പൂച്ച കണ്ടി ചാടി, വെള്ളം കോരുന്ന കയറ് കൊടുത്ത് കണ്ടിലിട്ടു. അതെടുത്ത് തന്നിട്ട് പോയാ മതി. ഞങ്ങൾ പോവാന്നാലും പറഞ്ഞു. ഞങ്ങൾ അടുത്ത പരിപാടി എന്നാന്ന് ആലോചിക്കുമായിരുന്നു. ആരെങ്കിലും കിണറ്റിലിറങ്ങാൻ, അല്ല ഇനി വേറെ പണി നടക്കാല്ല. അതേ ഇനി നടക്കുള്ളൂ. ഒരു കോട്ടയം കൂടെ കിണറ്റിലിറക്കണം. സൂപ്പർ ഐഡിയ. കൊട്ടയ്ക്കകത്ത് പൂച്ചയെ എടുത്തു വെക്കുന്നു, വലിച്ചു കയറ്റുന്നു, ഓപ്പറേഷൻ സക്സസ്. അന്നേരം ആര് കണ്ടിലിറങ്ങും? എനിക്ക് 2 ദിവസമായിട്ട് അറിയിട്ടില്ല. എന്റെ കാലും മേല. കൈക്കൊരു കോച്ചിപ്പിടുത്ത പഴയതുപോലെ പറ്റിയല്ല. ആരും തർക്കിക്കേണ്ട, പൂച്ച കയറിപ്പോയി. അതെങ്ങനെ കയറിപ്പോയി? അള്ളിപ്പിടിച്ച് കയറി. അതിന്റെ ജീവന്റെ കാര്യം അത് തന്നെ നോക്കി. അപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ. ഓപ്പറേഷൻ സക്സസ്. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ജോസേ ചെലവ് ചെയ്യണം. അയ്യന്തിനാ? പൂച്ച കിണറ്റിന്ന് കയറി പോയില്ലേ?
അവിടെ നിന്നെ ആ കെട്ടിലോട്ടിട്ട് കയറ് ആരെടുത്ത് തരും? അതെടുത്ത് തന്നിട്ട് പോയാൽ മതി. ഈ മാട്ടർ ഒരു പണി കാണിച്ച് കുരിശായപ്പനെ. ഒരു കോലിട്ട് കുത്തിയെടുത്താലോ? എന്നിട്ട് വേണം ഇനി ആ കോലി കൂടി അകത്തോട്ട് ഇടാനാ. നീ മിണ്ടരുത്. അങ്ങനത്തെ ഒരു വഴി പറഞ്ഞേ. ഇനിയിപ്പം ബംഗാളിയെ വിളിക്കാൻ രക്ഷയില്ല. കാശ് നീ കൊടുക്കണം. നീയല്ലേ ഈ പണി ഒപ്പിച്ചത്? ഇതിപ്പോ എന്നാ ചെയ്താലും അവസാനം എനിക്കിട്ടാണല്ലോ പണി. ബംഗാളിയെ ഇനി എങ്ങനെ ഫോൺ വിളിച്ച് മനസ്സിലാക്കും? അതിന് ഹിന്ദി അറിയണ്ടേ? നമ്മൾ പോയി വിളിക്കാന്ന് വെച്ചാൽ ഇവിടെ സമ്മതിക്കില്ല, നമ്മൾ മുങ്ങൊന്നറിയാം. ഹിന്ദിക്ക് എന്നാ പാട്? ഇതല്ലേ ഹിന്ദി വിദ്വാൻ. നമുക്ക് ഞാൻ വിളിയടാ. പൂച്ച കിണറ്റിപ്പോയി, എടുത്തു തരണം, 500 രൂപ തരും, പോരെ? അത് മതി, വേഗം വിളി. നീ ഫോണെ കുത്തിക്കൊണ്ടിരിക്കാതെ വിളി. നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടി, നെറ്റ് കിട്ടുന്നില്ല. നമുക്ക് അങ്ങോട്ട് സ്വല്പം മാറി നിന്നാലോ? ഫോൺ വിളിക്കുന്നത് എന്തിനാ നെറ്റ്? കയറെടുത്ത് കൊടുക്കാതെ ഇവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ അവള് സമ്മതിക്കല്ല. വേഗം വിളിക്ക്. അതെ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. പിന്നെ നീ വാദം നേരത്തെ ഹിന്ദി പറഞ്ഞതോ? അത് ഞാൻ ചുമ്മാ നിങ്ങളെ ഞെട്ടിക്കാനായിട്ട് നെറ്റ് വന്നാ പറയാം. നെറ്റ് വന്നാൽ എങ്ങനെയാ? ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലെ മലയാളം ടൈപ്പ് ചെയ്തിട്ട് ഹിന്ദിയിലേക്ക് മാറ്റും. നല്ല സൂപ്പറായിട്ട് പറയാം. പിന്നീടാ ഇനി ഹിന്ദി പറയരുത്. അവര് നൈസായിട്ട് മുങ്ങി. ആ മുങ്ങലേ കിണറ്റിലോട്ട് മുങ്ങിയായിരുന്നെങ്കിൽ കയറെടുക്കായിരുന്നു.